ഇത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ചുമലിൽ കയറ്, കയ്യിൽ തൂമ്പ, ഇതുപോലെയുള്ള ഏതാണ്ട് 2000-ലധികം ആളുകളാണ്. ഇവരിപ്പോ കുറ്റ്യാടിന്ന് വന്നവരാണ്. കുറ്റ്യാടി അല്ലേ? എത്ര പേരുണ്ട്? 3 പേര്. ഇന്നലെ 4 ദിവസമായിട്ട്. നിങ്ങൾ ഇന്നിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഈ സ്കൂൾ ഭാഗം ഈ ഏരിയയില് സംശയമുണ്ട്. നിങ്ങൾ ഇത് വെച്ച് നോക്കുക. മിഷനെ ആരോ എടുത്തു പോയി. പക്ഷെ ആരോ എടുത്തെന്ന് വെച്ചാൽ 10 മിനിറ്റ് ഞങ്ങൾ മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്മെല്ല് വന്ന ഏരിയയിൽ ഞങ്ങൾ ഈ സൂചിപ്പാറ ഏരിയയിലാണ് ഇന്നലെ തെരച്ചിൽ നടന്നത്. അവിടുന്ന് ഒരു 10 മിനിറ്റ് മാറി നിൽക്കുമ്പോഴേക്ക് ഞങ്ങളെ മെഷീന് കൈവാള് എല്ലാം മോഷണം പോയോ? മോശം ആണല്ലേ? ആണോ? ഏരിയയില് ഈ ഏകദേശം ഒരു എന്തൊക്കെയാ പോയത് നിങ്ങളുടെ സാധനങ്ങൾ? ഒന്ന് കൈവാള് പോയി, കൈവാള് മിഷ്യൻ മരമുറിക്കുന്ന ആ ഏരിയ സൂചിപ്പാറ ഏരിയയിൽ ഏകദേശം ഒരു 8 അടിയോളം ഹൈറ്റിൽ മണ്ണ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ഒരുപാട് മരങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഇറ്റാച്ചി വെച്ചിട്ട് 5 ദിവസം തെരച്ചിൽ നടത്തിയാലും അവിടുത്തെ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും. ഡേഞ്ചർ ഏരിയ എത്ര ആൾ താണുന്നില്ല. ഞങ്ങൾ 2 പേര് ഈ ഹൈറ്റിൽ താണുപോയി. എന്നിട്ട് എന്താ വെച്ചാൽ മരത്തിന്റെ തടിയിൽ താങ്ങിട്ട് എന്തൊക്കെ മെല്ലണം. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന സമയത്ത്. പറയുമ്പോഴും ഇതുവരെയും രക്ഷാപ്രവർത്തനം ശരിയായ നിലയിൽ നടക്കാത്ത ഒരുപാട് മേഖലകൾ ഇപ്പോഴുണ്ട്. കണ്ണ് പൂർണ്ണമായിട്ട് എത്രത്തോളം പ്രായോഗികമാണെന്നല്ല ചോദ്യം. ബുദ്ധിമുട്ടുമാണ്. ഇത്രയും കിലോമീറ്റർ കിടക്കുകയല്ലേ? ആ സൂചിപ്പാറ ഏരിയയിൽ ഞങ്ങൾ മോഡലാണ് എന്താക്കുന്നത്, മണ്ണടിഞ്ഞു കൂടിയിരിക്കുന്നത്. കവർ ചെയ്തത് 3 കിലോമീറ്റർ. അവിടെ അങ്ങോട്ട് ഇനിയും മേൽഭാഗത്ത് ആന ഉണ്ടായിരുന്നു, ആന ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും സൂക്ഷിച്ച് ചെയ്യണം. എന്തായാലും ഈ കാര്യം നിങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ സാധനം കളഞ്ഞു പോയ കാര്യം അല്ലേ? ദുരന്തഭൂമിയിൽ മോഷണം അല്ലേ? നമ്മൾ ആലോചിച്ചു. ശരി, എന്നാ കാണാം. ഓക്കെ, ദുരന്തഭൂമിയിൽ മോഷണം നടക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഇതിനേക്കാൾ വിഷമം പിടിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്ന് അതിനകത്തുനിന്ന് സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ എന്താ പറയല്ലേ? അധ്വാനിക്കുന്നവരുടെ ഇവർക്കാണ് സാറേ ഇതിന്റെ സങ്കടം. അതെ. ഇത്രയും ആളുകൾ ഒരേ മനസ്സോടെ പണിയെടുക്കുമ്പോൾ അതിൽ 2-3 ആളുകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടേ